നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന വീട് പഞ്ചായത്ത് ടാറിംഗ് റോഡ് ചേർന്ന് ഹൈവേന്ന് വെറും 100 മീറ്റർ മാറി എല്ലാവിധ സൗകര്യത്തോടും കൂടി സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ. 19 സെൻറ്റ് സ്ഥലത്തിൽ 2800 സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന വീടാണ് കേട്ടോ. 4 നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ ഉടമസ്ഥൻ ഈ വീടിന് നിസ്സാരമായിട്ടുള്ളൊരു വില ചോദിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹൈവേന്ന് 100 മീറ്റർ മാറി നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ ക്യാഷ് അർജൻറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഉടമസ്ഥൻ ഈ വീട് ഫർണിച്ചർ ഉൾപ്പെടെ ഇത്രയും വില കുറവിൽ കൊടുക്കുന്നത്. നമ്മൾ ഈ വീടിൻ്റെ ഫുൾ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും, ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ ഇതുകൊണ്ടോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 19 സെൻറ്റ് സ്ഥലത്തിൽ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഒരിക്കലും പറ്റില്ലാത്ത കിണർ വെള്ളമുണ്ട്. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ഇതുകൊണ്ടോ 19 സെൻറ്റ് സ്ഥലത്തിൽ തെങ്ങ്, ജാതി, റംബൂട്ടാനോ, വാഴ തുടങ്ങിയ കുറേ കൃഷികൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലാണെങ്കിൽ പ്ലാവ്, അതുപോലെ തന്നെ മുരിങ്ങിക്ക, പേര, ചാമ്പ അങ്ങനെ കുറേ സാധനങ്ങളും ബാക്ക് സൈഡിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും സൗകര്യത്തിന് ഹൈവേന്ന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെറും 100 മീറ്റർ മാറി നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വീട് ഇത്രയും വില കുറവിൽ നമുക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ വീടിൻ്റെ ഇൻസൈഡ് കാണിക്കുകയാണ് കേട്ടോ. കാരണം ഇൻസൈഡിലെ സൗകര്യങ്ങൾ, ഫർണിച്ചർ എല്ലാം നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. നമ്മളിത് കണ്ടോ വീടിൻ്റെ കോമ്പൗണ്ടിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം എൽ ഷേപ്പിലുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് കാണാം. അതുപോലെ തന്നെ നല്ല വലുപ്പമുള്ള 2 വണ്ടി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ കാർ പോർച്ച് കാണാം. അപ്പോൾ ഇത് കണ്ടോ ഈ കാണുന്ന ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ നമ്മൾ ലിവിങ് ഹാളിൽ പ്രവേശിച്ചു. നല്ല സൗകര്യമുള്ള ലിവിങ് ഹാളാണ്. ലിവിങ് ഹാളിൽ നല്ല വലുപ്പമുള്ള സെറ്റി, സോഫയൊക്കെ നമുക്ക് കാണാം. ഈ കാണുന്ന ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ ഉടമസ്ഥൻ വില പറയുന്നത്. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എന്തൊക്കെ കാണുന്നുണ്ടോ നിങ്ങളത് നോക്കി വെച്ചോ. ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന എല്ലാ സാധനങ്ങളും ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ വില പറയുന്നുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ലിവിങ് ഹാളിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാള്, ടി വി യൂണിറ്റ്, പ്രെയർ ഹാളാണ് കേട്ടോ. ഈ നീണ്ട നേരെ നമ്മൾ കാണുന്നത് ഈ 3 ഹാളും ഒറ്റ ഇതിലാണ് കേട്ടോ. ഈ വലിയ ഹാളിലാണ് വരുന്നത് നമ്മുടെ ഡൈനിങ് ഹാള്, ടി വി യൂണിറ്റിൻ്റെ ഹാള്, അതുപോലെ തന്നെ പ്രെയർ ഹാള്. ഈ കാണുന്ന ഡൈനിങ് ടേബിള്, ചെയർ, അതുപോലെ തന്നെ ഡൈനിങ് ഹാളിനോട് ചേർന്ന് നമുക്ക് കാണാം കബോർഡ് വർക്കുകൾ. അപ്പോൾ ഈ കാണുന്ന ഇത് കണ്ടോ ഈ ഫർണിച്ചറെല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ ഉടമസ്ഥൻ വില പറയുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ നമുക്ക് നോക്കാം കേട്ടോ. ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 4.5 കിലോമീറ്റർ മാറി ഭരണങ്ങാനം ടൗണിനടുത്തായിട്ട് കാണാൻ കേട്ടോ ഈ മനോഹരമായിട്ടുള്ള 19 സെൻറ്റ് സ്ഥലവും 2800 സ്ക്വയർ ഫീറ്റ് വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ കണ്ടു വാഷ് ഏരിയ കണ്ടു. വാഷ് ഏരിയയോട് ചേർന്ന് തന്നെ നമ്മൾ കണ്ട ഒരു കോമൺ ബാത്റൂം ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ ബെഡ്റൂമാണ് കേട്ടോ. നമ്മുടെ ബെഡ്റൂമിൻ്റെ 4 ബെഡ്റൂമിൻ്റെയും ഒരു പ്രത്യേകത പറയാം കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ലക്ഷറി ടൈപ്പ് ഒരു വീടാണ് കേട്ടോ. 4 ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് ആണ്. അതുപോലെ തന്നെ കബോർഡ് വർക്കുകളുണ്ട്. അത് കൂടാതെ ഡ്രസ്സിങ് ഏരിയയിൽ ഒരു കബോർഡ് വർക്കുകളുണ്ട് കേട്ടോ. ഡ്രസ്സിങ് ഏരിയയിൽ സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സിങ് ഏരിയ തിരിച്ചിട്ടിട്ടുണ്ട്. അവിടെ ഗ്ലാസ് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും ഈ സൗകര്യമുണ്ട് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂം, 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. കബോർഡ് വർക്കുകൾ എല്ലാ ബെഡ്റൂമിലുണ്ട്. അത് കൂടാതെ തന്നെ ഡ്രസ്സിങ് ഏരിയയ്ക്കായിട്ട് തന്നെ ഒരു കബോർഡ് വർക്കുകളുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് വർക്കുണ്ട്. എ സി ഇത് കണ്ടോ എ സി ഉണ്ട്, ഫാനുണ്ട് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് നേരെ വന്ന് ഈ വീട്ടിൽ വന്ന് താമസിച്ചാൽ മതി. ബെഡ്റൂമിലെല്ലാം നമ്മളിപ്പോൾ കണ്ട ബെഡ്റൂമിൻ്റെ എല്ലാ സൗകര്യങ്ങളും എല്ലാ ബെഡ്റൂമിലും ഉണ്ട് കേട്ടോ. 4 ബെഡ്റൂമിലും ആ സൗകര്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി. എല്ലാ ബെഡ്റൂമിലും ഏകദേശം 2 കട്ടിലുകളാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ ഉടമസ്ഥൻ വില പറയുന്നത്. അപ്പോൾ ഭരണങ്ങാനം ടൗൺ അടുത്ത് നമുക്ക് സൗകര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഹൈവേയിലോട്ട് വെറും 100 മീറ്റർ ഉള്ളൂ കേട്ടോ. ഒരു കടയിലോട്ട് പോകാനാണെങ്കിലും അല്ലെങ്കിൽ എന്ത് സാധനം മേടിക്കാനാണെങ്കിലും ഒരു 100 മീറ്റർ മാറിയാൽ നമുക്ക് സാധനങ്ങളെല്ലാം നമുക്ക് മേടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പാലാ ടൗണിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 4.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കേട്ടോ. നമുക്ക് ബാങ്ക്, സ്കൂള് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും, പള്ളി അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്കൊരു 1 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ലഭ്യമാണ് കേട്ടോ. നമ്മൾ ബെഡ്റൂംസ് ഒക്കെ കണ്ടു. ഇത് കണ്ടോ നമ്മുടെ കിച്ചണ് വർക്ക് ഏരിയയിലെ സൗകര്യങ്ങൾ കണ്ടോ. നല്ല വലിപ്പമുള്ള കിച്ചണ് വർക്ക് ഏരിയ ആണ് കേട്ടോ. ഇത് കണ്ടോ നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചണ് വർക്ക് ഏരിയയാണ്. നല്ല മോഡേൺ രീതിയിലാണ് കേട്ടോ നമ്മുടെ കിച്ചണ് വർക്ക് ഏരിയ ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. തടിയും കൊണ്ടുള്ള വർക്കുകളാണ് കബോർഡ് ഡോറുകൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാനൈറ്റ് മുകളിൽ കൂടെ എല്ലാം ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെയാണെങ്കിലും ഗ്രാനൈറ്റിൻ്റെ വർക്കുണ്ട്. ചെറിയ കബോർഡ് കൊണ്ട് തടികളുടെ വർക്കും കൊണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. പുകയില്ലാത്ത അടുപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചണ് വർക്ക് ഏരിയയിലെ സൗകര്യങ്ങൾ കണ്ടു. നല്ല സൗകര്യമുള്ള കിച്ചണ് വർക്ക് ഏരിയ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ 2ാം നിലയിലോട്ട് പോകാം കേട്ടോ. നമ്മുടെ 2ാം നിലയിലും ഇതേപോലെ തന്നെ സൗകര്യങ്ങളുണ്ട് കേട്ടോ. 2 നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ഉണ്ട്. അതുപോലെ തന്നെ അതും അറ്റാച്ച്ഡ് ബാത്റൂമാണ്.
അതുപോലെ തന്നെ ഒരു കോമൺ ആയിട്ടൊരു ബാത്റൂമുണ്ട്. മുകളിലാണെങ്കിൽ നമുക്ക് പിന്നെ കാണാൻ സാധിക്കും ഒരു റൂഫ് ഏരിയ ഉണ്ട്. റൂഫ് ഏരിയയിലാണെങ്കിൽ നമുക്ക് നമ്മുടെ റൂഫ് ഏരിയേൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് ആദ്യം തന്നെ നമ്മുടെ റൂഫ് ഏരിയേൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മുകളിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞ് വീടിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കൃഷിയൊക്കെ ചെയ്യാം കേട്ടോ. ചെടികളൊക്കെ നമുക്ക് ഗ്രോ ബാഗിനകത്ത് വേണം നടാൻ. കാരണം മുകളിൽ നിന്ന് നമുക്ക് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അവിടെ വേണം നമുക്കൊരു ഗ്രോ ബാഗിനകത്തൊക്കെ എന്തെങ്കിലും രീതിയിലൊക്കെ നട്ടുപിടിപ്പിക്കാം കേട്ടോ. അത് നമുക്ക് വീഡിയോ ഒക്കെ നമുക്ക് കാണിക്കാം. ഇത് മുകളിലത്തെ നിലയിൽ വരുന്ന ഫസ്റ്റ് ബെഡ്റൂം. ടോട്ടൽ 4 ബെഡ്റൂമാണ്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. ഇത് നമുക്ക് മുകളിലത്തെ നിലയിൽ വരുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ്. നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ആണ് കേട്ടോ. എല്ലാ ബെഡ്റൂംസും നല്ല വലുപ്പമുണ്ട്. എല്ലാ ബെഡ്റൂമിലും 4, 5 ഷെൽഫ് വെച്ച് കബോർഡ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഡ്രസ്സിങ് ഏരിയയിലെല്ലാം സെയിം വർക്കുകളാണ്. ഗ്ലാസ് വർക്ക് ചെയ്തിട്ടുണ്ട്. സെയിം വർക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു രീതിയിലാണ് കേട്ടോ എല്ലാ ബെഡ്റൂംസും. നമ്മൾ ആദ്യം കാണിച്ച ബെഡ്റൂംസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെയാണ് കേട്ടോ 4 ബെഡ്റൂംസിലും ഒരേ രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം കാണാം. ഇത് കണ്ടോ, ഈ ഫർണിച്ചറൊക്കെ കണ്ടോ, ഇതെല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ ഉടമസ്ഥൻ വില പറയുന്നത്. ഈ മനോഹരമായിട്ടുള്ള ഈ വീടിന് ഹൈവേന്ന് 100 മീറ്റർ മാറി 19 സെൻറ്റ് സ്ഥലത്തിൽ 2800 സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് വെറും 1,15,00,000 രൂപയാണ് കേട്ടോ. വിലയിലൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മാറ്റം വരുത്തി മേടിക്കാവുന്നതാണ്. ക്യാഷ് അർജൻറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി ഇത്രയും വില കുറവിൽ കൊടുക്കുന്നത്. ഈ വീടിൻ്റെ പഴക്കമെന്ന് പറയുന്നത് വെറും 8 വർഷമാണ് കേട്ടോ. 8 വർഷം മാത്രമേ ഈ വീടിന് പഴക്കമുള്ളൂ. എന്നാൽ ഒരു 2 വർഷം മുമ്പ് നല്ല രീതിയിൽ തന്നെ പെയിൻ്റൊക്കെ അടിച്ച് നല്ല രീതിയിൽ തന്നെ പുതുക്കി പണിതിട്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി വീടാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഒന്ന് കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, നല്ല പുതിയ വീട് പോലെയാണ് കേട്ടോ ഈ വീടിപ്പോൾ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു റൂഫ് ഏരിയയിലെ സൗകര്യങ്ങളൊക്കെ നമ്മളൊന്ന് കാണേണ്ടതാണെന്ന്. ഇവിടെയാണെങ്കിൽ ഒരു ബാൽക്കണി പോലെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ അപ്പുറം കണ്ടോ, നമുക്ക് ഈ ഒരു സ്പേസിൽ നമുക്ക് വേണമെങ്കിൽ തുണി ക്ലോത്ത് വാഷ് ചെയ്ത് ഇടാനാണെങ്കിൽ ഒരു സ്പേസ്, അല്ലെങ്കിൽ നമുക്ക് ഉണങ്ങാനൊക്കെ ഒരു സൗകര്യമുണ്ട്. അതല്ലെങ്കിൽ നമുക്കിവിടെ ഗ്രോ ബാഗൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് വെളിച്ചമുള്ളത് കൊണ്ട് അതും ഇവിടെ വളർന്നോളും കേട്ടോ. ഗ്രോ ബാഗിനകത്ത് നമുക്ക് എന്തെങ്കിലും തക്കാളിയോ വെണ്ട കൃഷിയോ ഒക്കെ ചെയ്യാനാണെങ്കിലും നല്ലൊരു സൗകര്യമാണ്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഒരു എൻട്രൻസ് ഗേറ്റ് കടന്ന് രണ്ടാമത്തെ എൻട്രൻസ് ഗേറ്റും കടന്ന് ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ നമുക്ക് 3 എൻട്രൻസ് ഗേറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ വീഡിയോക്ക് ആദ്യമേ കാണിച്ചിരുന്നു. ഇതുകൊണ്ട് ഈ സൈഡിലൊക്കെ 2 തെങ്ങുണ്ട്. മുറ്റത്തൊക്കെ നല്ല തെങ്ങുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ വീട്. അതേപോലെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹൈവേ എന്നുള്ള ദൂരം നമ്മൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കണം. വെറും 100 മീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. ആർക്ക് വേണമെങ്കിലും, എത്ര പ്രായമായവർക്ക് വേണമെങ്കിലും കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് ഈ വീട്ടിലോട്ട് വരാം. വെറും 100 മീറ്റർ നടന്നാൽ മാത്രം മതി. എന്ന് വെച്ചാൽ അത് കയറ്റമല്ല, നല്ല നിരപ്പായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വീടാണ് കേട്ടോ. നമുക്കിപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡും കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നിങ്ങൾ ബാക്ക് സൈഡും കൂടി ഒന്ന് കണ്ടു നോക്കാം. ബാക്ക് സൈഡിലാണ് നമുക്ക് വാഷ് ഏരിയ വരുന്നുണ്ട്, ക്ലോത്ത് വാഷ് ചെയ്യാനൊരു ഏരിയ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. മുരിങ്ങിക്ക, അതുപോലെ തന്നെ പ്ലാവുണ്ട്, പേരയുണ്ട്, അങ്ങനെ തുടങ്ങിയ ഇതുകൊണ്ട് ഈ വീടിൻ്റെ സൈഡൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. നല്ല പുതിയ പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയാണ് കേട്ടോ. അല്ലാതെ പൊട്ടിയോ പൊളിഞ്ഞോ ഒന്നും അങ്ങനെയൊന്നും അല്ല കിടക്കുന്നത്. ഈ ബാക്ക് സൈഡിലാണെങ്കിൽ ഒരു എൻട്രൻസ് ഗേറ്റ് ഉണ്ട്. ടോട്ടലി ഈ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും 4 എൻട്രൻസ് ഉണ്ട് കേട്ടോ. എൻട്രൻസ് ഗേറ്റ് 4 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ പുറത്തുനിന്ന് നമുക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. മണ്ടയിലോട്ട് മുകളിലോട്ട് നമുക്ക് വീടിൻ്റെ ടോപ്പ് ഏരിയയിലോട്ട് നമുക്ക് പോകാനാണെങ്കിലും ഇത് കണ്ട ഈ സ്റ്റെയർ കയറി നമുക്ക് മുകളിൽ ടോപ്പ് ഏരിയയിൽ നമുക്ക് ചെല്ലാം. അപ്പോൾ പറഞ്ഞങ്ങാനം ടൗൺ അടുത്ത് 19 സെൻറ്റ് സ്ഥലത്തിൽ 2800 സ്ക്വയർ ഫീറ്റിൽ 4 നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് 1,15,00,000 രൂപ മാത്രമാണ് കേട്ടോ.